ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് 13 ഷവർമ വരെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 250 ഗ്രാം മൈദയാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടി 250 ഗ്രാം ഞാൻ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം അത്ര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും അതിനാവശ്യമുള്ള ഉപ്പ്, ഒരു സ്പൂണ് പഞ്ചസാര, പിന്നെ ഈസ്റ്റ് പൗഡർ അതും കൂടി ഇട്ടിട്ട് നല്ല പാലവെള്ളത്തിലാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നുള്ളത്. നല്ല പാലവെള്ളത്തിൽ കൈ കൊണ്ട് കുഴച്ചെടുക്കുക. ഇതാണ് ഈസ്റ്റ് പൗഡറാണ് കേട്ടോ എടുക്കുന്നുള്ളത്. അപ്പം ഇതെല്ലാം ഇട്ടതിന് ശേഷമല്ലേ കൈ കൊണ്ട് നല്ല പാല കുറച്ച് സമയം കുഴച്ചെടുക്കട്ടെ. നല്ല പാല കുഴച്ചെടുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം നമുക്ക് മാത്രമേ നല്ല പാല പൊങ്ങി വരുള്ളൂ കേട്ടോ. സ്പോട്ടിന് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അത് നല്ല പാല പൊങ്ങി വരില്ല. അപ്പോൾ അത് പെർഫെക്റ്റ് ഷവർമയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആക്കിയിട്ട് നോർമൽ വെള്ളത്തിൽ തന്നെ ഞാൻ കുഴച്ചെടുക്കുന്നുള്ളത്. ഇതുപോലെ നല്ല പങ്ങല കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിന് ഷോപ്പിലൊക്കെ 70-80 രൂപ അങ്ങനെയൊക്കെ ഇതിന് റേറ്റ് ഉണ്ട്. അപ്പോൾ നല്ല റേറ്റാണ് കേട്ടോ ഇതൊരു ഷവർമക്ക്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് ലാഭമായിട്ട് കിട്ടുകയും ചെയ്യും. ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. കുറഞ്ഞത് എന്തായാലും ഒരു 50 രൂപക്കൊക്കെ നിങ്ങൾക്ക് എന്തായാലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത്രയൊന്നും അതിന് എക്സ്പെൻസീവായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കാൻ പറ്റുന്ന ആൾ ഒന്ന് സെയിൽസ് ചെയ്യട്ടെ. ഇപ്പോൾ ഈ റമദാൻ കാലത്ത് നല്ലതായിട്ട് പോകുന്ന ഒരേ ഒരു ഐറ്റം മാത്രമായിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ എണ്ണയിൽ മുക്കി പൊരിക്കാത്തൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതുപോലെ തട്ടുകടയിലൊക്കെ കൊടുക്കട്ടെ. റമദാനിന് ഷോപ്പിൽ ഇതുപോലെ ഇങ്ങനെ വിറ്റ് വരുന്നവരൊക്കെ ഉണ്ടാകുന്നില്ലേ, ഓരോരോ സ്റ്റാളൊക്കെ ഇട്ടിട്ട് അവിടത്തൊക്കെ കൊടുത്തെങ്കിൽ നല്ലൊരു ലാഭം കൂടിയാവും. അപ്പോൾ ഞാൻ നല്ല പാല കുഴച്ചതിന് ശേഷമല്ലേ ഒരു 1/2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട്, സാധാരണ എണ്ണയില്ലേ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് മുകളിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയതാണ് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളും ഇതുപോലെ ഇട്ട് നല്ല ഈസ്റ്റ് പൗഡർ, കുറേ ആയിട്ടുള്ള ഈസ്റ്റ് പൗഡർ പറ്റുന്നില്ല കേട്ടോ. കറക്റ്റ് പെട്ടെന്ന് വെച്ചിട്ടുള്ള ഈസ്റ്റ് പൗഡർ അല്ലാണ്ട് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് പൗഡറിന് പഴക്കായങ്ങത് റെഡിയാകുന്നില്ല. അത് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം അങ്ങനെ ഓരോന്നോരോന്നായി ഞാൻ പരത്തിയിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പങ്ങല പൊങ്ങി വരുന്നുണ്ട്, അടിപൊളിയായിട്ടുള്ള ഷവർമ റെഡിയാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റേറിയൻസ് വേണം കൂടാം. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. സവാള, നീരുള്ളി മാത്രമാണ് ഇട്ടിട്ടുള്ളത്. നീരുള്ളിയും ക്യാബേജും മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ക്യാപ്സിക്ക, നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളത് എല്ലാം, കക്കരിക്ക, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യട്ടോ. എല്ലാം ഓരോന്നോരോന്നായി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 250 ഗ്രാം എല്ലില്ലാതെ ചിക്കൻ തന്നെ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് മുളക് പൊടി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടില്ല നല്ല പങ്ങല കൈ കൊണ്ട് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. ഇതുപോലെ തന്നെ കുറേ മുളകൊന്നും ആവശ്യമില്ല. കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത്ര ഇട്ടിട്ട് നല്ല പങ്ങല കൈ കൊണ്ട് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിതുപോലെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഹാർഡായിട്ട് വരാൻ പാടില്ല, നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ചിക്കനായിട്ട് തന്നെ വരുന്നുണ്ട് ഇത്. അപ്പം ഇതിലേക്ക് ഇങ്ങനെ ഫ്രൈ ആക്കാണ്ടാണെങ്കിൽ, ഇങ്ങനെ വേവിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ മൈനസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നീരുള്ളി, പിന്നെ ക്യാബേജ്, കുറച്ച് മല്ലിയില, ഇത് ഇട്ടിട്ട് നല്ല പങ്ങളെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈനസും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ല പാലൊക്കെ കുഴച്ചെടുക്കാം. അതിൽ കുക്കുംബർ, തക്കാളി അങ്ങനെ കിട്ടുമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്കിപ്പാക്കിയിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. കാരണം മൈനസിലെ ചിക്കൻ ഫ്രൈയിലൊക്കെ നല്ല ഉപ്പുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപ്പ് യൂസ് ആക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. കാരണം അതിനാവശ്യത്തിനുള്ള ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. നല്ല പാല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമില്ലേ നമുക്ക് മൈനസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പാല ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുക്കട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷവർമൻ്റെ റെസിപ്പിയും കൂടിയാണിത്. മൈനസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടില്ലേ നല്ല പങ്ങല മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ. കാരണം കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഞാൻ ചേർത്ത് കൊടുത്തില്ല. അത്യാവശ്യമുള്ള സാധനം മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുക്കുംബർ ഇടാൻ എനിക്ക് വിട്ടുപോയതാണ്. അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല പല കയ്യിൽ ചെറിയ സ്പൂൺ വെച്ചിട്ട് നല്ല പങ്ങല മിക്സ്
പരത്തി വെച്ച കുബൂസ് എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് റെഡിയാക്കിയിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും, നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. ഇത് എനിക്ക് റംസാന് നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും. കാരണം നമുക്ക് ചെറിയൊരു എക്സ്പെൻസീവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. പിന്നെ നോമ്പിനാണെങ്കിൽ എണ്ണയിൽ മുക്കി പൊരിക്കാത്തൊരു ഐറ്റം കൂടിയാണ് ആയതുകൊണ്ട് കൂടുതൽ പേർക്ക് ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സെയിൽ ചെയ്യുക. കാരണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് കേട്ടോ. ഇതുപോലെ റാപ്പിൽ നല്ല പാല റാപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഷവർമ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. എന്തായാലും കുറഞ്ഞത് 60-70 രൂപ എന്തായാലും ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സാധാരണ ചിക്കനൊക്കെ കുറച്ച് കുറവായത് കൊണ്ടായിട്ടുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് ചിക്കനാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ചിക്കൻ ആഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ നല്ല പാങ്ങൽ റോൾ ചെയ്തിട്ട് എടുക്കട്ടെ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലീക്കായിട്ട് പോകുന്ന പ്രശ്നമോ അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടോ. അടിപൊളിയാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പറ്റുവാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ. വരുമാനമില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഈ നോമ്പിനാണെങ്കിൽ പ്രത്യേകിച്ച് ഇബാദത്തെടുക്കൽ കഴിഞ്ഞെങ്കിൽ പിന്നെ വീട്ടിൽ വെറുതെ കുറേ സമയം ബാക്കിയുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. വരുമാനം ഇല്ലാത്തവർക്ക് ഈ റമദാനിൽ വരുമാനമില്ലാത്ത ആരും ടെൻഷൻ ആക്കണ്ട. ഇതുപോലെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആക്കിയിട്ട് നമുക്കിത് സ്റ്റാളൊക്കെ ഇഷ്ടംപോലെ സ്റ്റാളിപ്പോൾ ടൗണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ കൊണ്ടു കൊടുത്തെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക, ഇതുപോലെ സെയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയിൽ നാളെ വീണ്ടും വരും. അതുവരേക്കും ബൈ.